ഇടവേള. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ മികച്ച വിളവ് കിട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് കോടാലിപ്പാടത്തെ കർഷകർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച വിളവാണ് ഇവിടത്തെ കർഷകർ ഇത്തവണ കൊയ്തെടുത്തത്. 70 ഹെക്ടറോളം വരുന്ന കോടാലിപ്പാടം മറ്റത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമാണ്. കർഷകരെ ഏകോപിപ്പിച്ച് സമയബന്ധിതമായി വിരിപ്പ് കൃഷി ഇറക്കാൻ കർഷക സമിതിക്ക് കഴിഞ്ഞതാണ് നല്ല വിളവുണ്ടായതിന് പ്രധാന കാരണം. മുഴുവൻ കർഷകരും ഒരേ സമയത്ത് കൃഷി ഇറക്കിയത് കീടബാധ കുറയാൻ തുണ്ടുതുരപ്പനും സ്ഥിരമായി ശല്യം ചെയ്യുന്ന പാടശേഖരത്ത് ഇത്തവണ ഇവയുടെ ഉപദ്രവം നന്നേ കുറവായിരുന്നുവെന്ന് കർഷകർ പറയുന്നു. ഇതുകൊണ്ട് കൃഷി യോഗ്യമാണ്, നല്ല വിളവാണ്, കർഷകരെ നല്ല രീതിയിൽ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് മെഷീനറികളൊന്നും ഉണ്ടായില്ല, പക്ഷെ ഇപ്പോൾ മെഷീനറികൾ ഞങ്ങൾ നന്നാക്കി നല്ല രീതിയിലുള്ള മെഷീനറികളൊക്കെ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പൂവ് ഞങ്ങൾക്ക് വൈക്കോല് കിട്ടാറില്ല. ഈ പൂവ് ഞങ്ങൾക്ക് വൈക്കോല് കിട്ടുന്നുണ്ട്, ദൈവം സഹായിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അടുത്ത പൂവ് പണിയുടെ കാര്യം ബുദ്ധിമുട്ടാണ്, വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ ദൈവം സഹായിച്ച് ഈ കൊയ്ത്ത് കഴിയുമ്പോൾ മഴ കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ആദ്യമായി മറ്റത്തൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസർക്കും സഹപ്രവർത്തകർക്കും കോടാലി പാടശേഖര സമിതിയുടെ നന്ദി അറിയിക്കുകയാണ്. കാരണം എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നവരാണ്. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു ഈ കൃഷിക്ക്. ഇനി മഴ കിട്ടിയാൽ മാത്രമേ ഞങ്ങളുടെ മുണ്ടകൻ കൃഷി ഇറക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ മെഷീനറി സാധനങ്ങളും ആത്മാർത്ഥമായി പണിയെടുത്ത് നന്നാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കൃഷി ഓഫീസിൽ നിന്ന് നൽകാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. പാടശേഖരത്തിന്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന വെള്ളിക്കുളം വലിയ തോട്ടിൽ ഇത്തവണ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാതിരുന്നതും കർഷകർക്ക് അനുഗ്രഹമായി. കാലവർഷം ശക്തിപ്പെട്ടാൽ 2 or 3 തവണ വലിയ തോട് കരകവിഞ്ഞൊഴുകി കോടാലി പാടശേഖരത്തെ നെൽകൃഷിക്ക് നാശം സംഭവിക്കാറുണ്ടെങ്കിലും ഇക്കുറി മഴ കുറഞ്ഞത് കർഷകരെ തുണച്ചു. പാടശേഖരത്തിൽ വെള്ളത്തിന്റെ സാന്നിധ്യമില്ലാതിരുന്നതിനാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കി പെട്ടെന്ന് കൊയ്ത്ത് തീർക്കാനും സഹായകമായി. ജയ വിത്താണ് കോടാലിപ്പാടത്തെ മുഴുവൻ കർഷകരും വിരിപ്പ് കൃഷിക്ക് ഉപയോഗിച്ചത്. ഒരു പറനിലത്ത് നിന്ന് ശരാശരി 30 പറ നെല്ല് ഇത്തവണ കർഷകർക്ക് ലഭിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് 22 പറയായിരുന്നു. വിരിപ്പ് കൃഷി നൽകിയ മികച്ച വിളവിന്റെ ആവേശം ഉള്ളിൽ നിറച്ച് മുണ്ടകൻ വിളയിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കർഷകർ. TCV കൊടകര. അഴീക്കോട് അഴിമുഖത്ത് സ്ഥാപിച്ച മുന്നറിയിപ്പ് ലൈറ്റുകൾ കണ്ണടച്ചതിനാൽ മത്സ്യബന്ധന യാനങ്ങൾ അപകട ഭീഷണിയിൽ. 100 കണക്കിന് മത്സ്യബന്ധന യാനങ്ങൾ കടന്നുപോകുന്ന അഴീക്കോട് അഴിമുഖത്ത് അപകടങ്ങൾ പതിവായതിനെ തുടർന്നാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തുറമുഖ വകുപ്പ് മുന്നറിയിപ്പ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. അഴീക്കോട് മുനക്കൽ പുലിമുട്ടിലും മുനമ്പം പുലിമുട്ടിലുമാണ് 2 ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നത്. രാത്രിയിൽ മത്സ്യബന്ധനത്തിന് പോകുകയും